നമസ്കാരം. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ വൻ ഒളിയമ്പുകളും രൂക്ഷ വിമർശനങ്ങളും ഉയർന്നതായി സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തോൽവിയുടെ പ്രധാന ഉത്തരവാദികൾ സംസ്ഥാന നേതൃത്വത്തെ നയിക്കുന്ന ഇരുവരുമാണെന്ന തരത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി നേരിട്ട തിരിച്ചടിയും വിശകലനം ചെയ്യുന്നതിനിടെയാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും നേതൃത്വത്തിനെതിരെ അതൃപ്തി ഉയർന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും ആഴത്തിൽ സ്വയം വിമർശനം നടത്തുന്നതിന് പകരം അനാവശ്യ വിവാദങ്ങളിലേക്ക് പാർട്ടി കടന്നുപോകുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിനാണ്. പാർട്ടിയിൽ പുതിയ വിഭാഗീയതകൾക്ക് വഴിമരുന്നിടാതെ അണികളെയും താഴെ തട്ടിലുള്ള പ്രവർത്തകരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. പാർട്ടിയുടെ പരമ്പരാഗത കോട്ടകളായ കണ്ണൂരിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി കണ്ണൂർ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. അടിത്തറ ശക്തമായിരുന്ന ഈ മേഖലകളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായി കാണണം. അണികൾ പാർട്ടിയിൽ നിന്നും അകന്നാൽ വരും നാളുകളിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോകണമെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിർദ്ദേശമുയർന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും തൽക്കാലം പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് മാറ്റാൻ സാധ്യതയില്ല. തിടുക്കപ്പെട്ടൊരു മാറ്റം പാർട്ടിക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഉചിതമായ സമയത്ത് പിണറായി വിജയനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും നേതൃമാറ്റം അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പാർട്ടി കടക്കുക. എന്നിരുന്നാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വരും നാളുകളിലെ വാക്കും പ്രവൃത്തിയും കേന്ദ്ര നേതൃത്വം കൃത്യമായി നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും അതിനുശേഷവും അദ്ദേഹം നടത്തിയ പല പരസ്യ പ്രസ്താവനകളും പാർട്ടിക്ക് തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നേതാക്കൾ പെരുമാറണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം. ഡൽഹിയിലെ CPM ആസ്ഥാനത്ത് കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രതിരോധത്തിലായ അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ യഥാർത്ഥ കാരണങ്ങൾ സമിതിക്ക് മുന്നിൽ വിശദീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ബുദ്ധിമുട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തോൽവിയെക്കുറിച്ച് കൂടുതൽ വിശദമായ പരിശോധന നടത്താൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ CPMന്റെ ഭാവി നിലനിൽപ്പിന് തൃണമൂൽ തലത്തിലുള്ള തിരുത്തലുകൾ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കേന്ദ്ര നേതൃത്വം ഇടപെടുന്നത്. നേതൃത്വത്തിന്റെ സഹിഷ്ണുതയില്ലായ്മയും ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുള്ള അകൽച്ചയുമാണ് പ്രധാന തിരിച്ചടിയായതെന്ന വിലയിരുത്തലിൽ വരുന്ന മാസങ്ങളിൽ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഘടനാപരമായ തിരുത്തലുകൾ പ്രതീക്ഷിക്കാം. എന്നാലും അടിസ്ഥാനപരമായ ജനങ്ങളൊക്കെ പാർട്ടി ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് തിരുത്തി ചിന്തിച്ചേ മതിയാവൂ. ആകെ ഭരണത്തിലിരുന്നൊരു സംസ്ഥാനമാണ്, അതുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ പാർട്ടി സംഘടനാപരമായ തിരുത്തലുകൾ അടക്കം വർത്തിക്കൊണ്ടായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക. കേരളത്തിൽ തുടർച്ചയായി 2 തവണയും പിണറായി ഭരിച്ചു. 3ാം ഭരണവും ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും തോറ്റ് തുന്നം പാടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവെങ്കിൽ അങ്ങനെ ആ സ്ഥാനത്തെങ്കിലും ഇരിക്കാം എന്ന രീതിയിലാണ് പിണറായി പോകുന്നത്. മാത്രമല്ല, എന്തുകൊണ്ട് തങ്ങൾ പരാജയപ്പെട്ടു എന്ന വിമർശനങ്ങൾക്കിടയിൽ സ്വന്തം പേരോ പിണറായിയുടെ നേതൃസ്ഥാനത്തെക്കുറിച്ചോ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ട് പോലും അതിനെയൊന്നും മുഖവിലക്കെടുക്കാത്ത പാർട്ടി നേതൃത്വത്തെ എന്തായാലും കേന്ദ്ര കമ്മിറ്റി നിലയ്ക്ക് നിർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.